ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഔട്ട്ഫിറ്റൊക്കെ കാണാനായിട്ട് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആമസോണിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ ഔട്ട്ഫിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ ഞാൻ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതിൽ ഞാൻ ഒരു ഷെയ്ഡ് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വിട്ടുപോയി മീൻസ് അതെനിക്ക് കിട്ടിയില്ല, അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ അത് വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആണ് എല്ലാവരും തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഷെയ്ഡ് മിക്കവരുടെ ഫേവറേറ്റ് ഷെയ്ഡാണ്. അതുപോലെ തന്നെ കുറെ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ഷെയ്ഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേഗം വീട്ടിലിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ആമസോണിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു കുർത്തി സെറ്റാണ്. അതായത് കുർത്തി, പിന്നെ എൻ്റെ ഷോള്, ബോട്ടം, ഈ 3 സെറ്റാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അതെ, ഇതാണ് കുർത്തി സെറ്റ് വരുന്നത് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി പാക്കറ്റ് അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു. അപ്പൊ ഇത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. വയലറ്റിലൊരു ക്രീം കണ്ടോ, ക്രീം പ്രിന്റ് അല്ല, അതെ പ്രിന്റ്, അതെ ക്രീം പ്രിന്റ് വരുന്നതാണ് കേട്ടോ. അതിനകത്ത് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ നെക്ക് വരുന്നത് വി നെക്കാണ് കേട്ടോ. ഞാനിത് ഇട്ടൊന്നും നോക്കിയിട്ടില്ല. വി നെക്കാണ് ഇതിന്റെ നെക്ക് വരുന്നത്. അതുപോലെ തന്നെ 3/4 സ്ലീവ് ആണ്. താഴത്തേക്ക് നല്ല അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ലെങ്ത്തും വരുന്നത് ആംഗിൾ ലെങ്ത് ആണ്. ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇത് 2 മെറ്റീരിയൽ സെയിം തന്നെയാണ് കേട്ടോ. ഇതിന്റെ ദുപ്പട്ട വരുന്നത് പ്ലെയിൻ വയലറ്റ് കളർ ദുപ്പട്ടയാണ് കേട്ടോ. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ദുപ്പട്ടയ്ക്ക്. നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഇത് നമുക്ക് വൺ സൈഡ് ഇടാനായാലും അതുകൊണ്ട് ഇങ്ങനെ കുറക്കി കുടുക്കി ഇടാനായാലും അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കുർത്ത സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 689 രൂപയാണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽ ആണ്. ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത്. ഇതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് പെയർ ചെയ്തിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡലാണ്. അതൊരു ഹീൽസ് ആണ് കേട്ടോ. ഇത് ഞാൻ ഓപ്പൺ ചെയ്തതാണ്. എന്നാലും ഞാൻ ഈ ഒരു ബോക്സിൽ തന്നെ വെച്ചു. ഇതെല്ലാം ഞാൻ പെയർ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് ഹീൽസ് വരുന്നത്. അപ്പൊ ഇത് നല്ല അടിപൊളി ഹീൽസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൈറ്റ് കളറാണ്. പിന്നെ ഇതിൽ ഫ്ലോറൽ വർക്കാണ് വന്നിട്ടുള്ളത്. കണ്ട വലിയ ഹീലൊന്നുമില്ല. നല്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാം. ഇപ്പൊ പ്രഗ്നന്റ് ആയതുകൊണ്ട് കൂടുതൽ സേഫ്റ്റി വേണം. അതുകൊണ്ട് ഞാൻ അധികം ഹീൽ ഓൾറെഡി ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് അത്രയ്ക്ക് വലിയ ഹീലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എടുത്തത് കേട്ടോ. പിന്നെ ഹീൽസിന്റെ കളക്ഷൻ, അതായത് ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള ഒരു 3-4 കൂടി ഉണ്ട്. അതിന്റെ കളക്ഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ചെരുപ്പൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവും. അപ്പൊ ഞാനൊരു ചെരുപ്പിന്റെ പ്രാന്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എടുത്തത് കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 399 ആണ്. 399 രൂപയാണ് ഈ ഒരു ഹീൽസിന്റെ റേറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഞാൻ മേടിച്ചിട്ടുള്ളത് 2 ജ്വല്ലറി ഐറ്റംസ് ആണ് കണ്ടോ. ഫസ്റ്റ് വൺ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ നല്ലൊരു റിംഗ് ആണ് കേട്ടോ. ഫിംഗർ റിംഗ് ആണ്. ഇതിന്റെ എല്ലാം തന്നെ പാക്കേജ് അടിപൊളിയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ.
ഇനി കുറച്ച് എൻ്റെ ഓവർ ആക്ടിങ് കാണാം. ഗോൾഡൻ കവറിങ് ആണ് വന്നിട്ടുള്ളത്. അതിൽ ഫുൾ വൈറ്റ് പേൾസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. കാരണം നല്ല അടിപൊളി ഒരു ഫ്ലവർ റിംഗ് ആണ് കേട്ടോ. ഈ ഒരു റിങ്ങിന്റെ റേറ്റ് വരുന്നത് 257 രൂപയാണ് കേട്ടോ. ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ അടുത്തത് ഒരു ഇയറിംഗ് ആണ് മേടിച്ചിട്ടുള്ളത്. ഇതൊരു ഓക്സിഡൈസ്ഡ് സിൽവർ ഇയറിംഗ് ആണ്. കുറച്ച് ഹെവി ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ലുക്ക് ആയിരിക്കുള്ളൂ. ഞാൻ എടുത്തിട്ടുള്ള കുർത്തയുടെ ഒപ്പം പെയർ ചെയ്യുമ്പോൾ കണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 295 ആണ്. 295 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡാസ്ലറിന്റെ 25, അതായത് DL0025 ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇത് കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഇതിൻ്റെ റിവ്യൂ ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ എടുക്കാതിരുന്നത്, അങ്ങനെ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഇത് എടുക്കാതിരുന്നതെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഇത് തപ്പിയിട്ടാണ് ഞാൻ ആമസോണിൽ പോയത്. പക്ഷേ ഇത് മാത്രം എനിക്ക് കിട്ടില്ല, ബാക്കി എല്ലാ ഷെയ്ഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു അടിപൊളി ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ മേടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ മറ്റേ വീഡിയോ ചെയ്ത പോലെയല്ല ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഇത് അടിപൊളി ഷെയ്ഡാണ്. പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് ഡാർക്ക് ആണെന്നുള്ളൂ, പിന്നെ പിഗ്മെന്റഡ് ആണ്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ട്. ഞാൻ മറ്റ് വീഡിയോയിൽ പറഞ്ഞത് ഒട്ടും ഡ്രൈ ആവുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ മറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം മാത്രമേ എനിക്ക് സ്യൂട്ട് ആയുള്ളൂ, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയതും എല്ലാം ഒരെണ്ണം ഉണ്ടായുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ മേടിച്ചത് വേസ്റ്റ് ആയിപ്പോയി. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്ത് നോക്കിയതാണ് ഓൾറെഡി. 1 ഡേ ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുകയും ചെയ്തു. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം ഇത് ഞാൻ വെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് ഞാൻ കാണിച്ചെന്ന DLC0025ന്റെ ഷെയ്ഡ് വരുന്നത്. കണ്ടോ, ഇത് നല്ല അടിപൊളി ഒരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് സ്യൂട്ട് ആവുന്നുണ്ട് ഈ ഷെയ്ഡ്. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് അത്ര നല്ലതല്ലാന്ന്. പക്ഷെ ഇത് ഓരോരുത്തർ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് അത് അവർക്ക് സ്യൂട്ട് ആവണ്ടോ ഇല്ലേന്ന് പറയാൻ പറ്റുള്ളൂ. കണ്ടോ, നേരിയതായിട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. പക്ഷെ അത് ആദ്യം അന്ന് ഞാൻ കാണിച്ച അത്രയും കൂടി ഇല്ല ഒന്നും. നല്ല 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 രസമിട്ട് കളറിട്ട്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 178 രൂപയാണ് കേട്ടോ. MRP 200 ആണെങ്കിൽ നമുക്ക് ഓഫറിൽ 178 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. പിന്നെ അതുമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ആമസോണിൽ വാർഡ്രോബ് റിഫ്രഷിംഗ് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. May 31 മുതൽ June 5 വരെയാണ്. അപ്പൊ എല്ലാവരും മറക്കാതെ പർച്ചേസ് ചെയ്യുന്ന നല്ല അടിപൊളി ഓഫേഴ്സ് ആണ് എല്ലാ പ്രൊഡക്ട്സിനും ഉള്ളത്. അപ്പോൾ എല്ലാവരും എന്തായാലും പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇതെല്ലാം ഇനി വെയർ ചെയ്തിട്ട് കാണിച്ചു തരാം.
ഈ കുർത്തി അടിപൊളി കുർത്തിയാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഇങ്ങനെ ഫുൾ പ്ലീറ്റ് ആയിട്ടാണ്. പിന്നെ നമ്മുടെ ആലിയക്കട്ട് ടൈപ്പ് ഉണ്ടല്ലോ, അതുപോലത്തെ മോഡലാണ്. പിന്നെ ഇത് നല്ല ഫ്ലെയർഡാണ്, നല്ല അടിപൊളിയാണ്. നമുക്കിപ്പം സമ്മറിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി കുർത്തി സെറ്റാണ്. പിന്നെ അതുമല്ല ഇതിൻ്റെ ബോട്ടത്തിന് 1 സൈഡ് പോക്കറ്റും കൂടി ഉണ്ട്. ഇപ്പോൾ ആമസോൺ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ മിനിമം 40% ഓഫും പ്ലസ് എക്സ്ട്രാ അപ് ടു 5% ഓഫും ഇപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ചാൻസ് എല്ലാവരും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യും കേട്ടോ. ജൂൺ 6th to 10th വരെയാണ് സെയില്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഈ ഡേറ്റിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.